Start building a community for your vision. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായിട്ടൊരു വിഷൻ ഉണ്ടാകും. വിഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ട കമ്മ്യൂണിറ്റിയാണ്, ടീമല്ല. ടീമാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ഓരോ ടീമിലെ ഓരോ മെമ്പേഴ്സും നിങ്ങൾ അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കമ്മ്യൂണിറ്റി ആകുമ്പോൾ ഈ ഓരോ മെമ്പേഴ്സും ഓരോ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും നിങ്ങളിലേക്ക് ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് വ്യത്യാസം. മറ്റേ ടീമാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങോട്ടേക്ക് ടീമിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. കമ്മ്യൂണിറ്റി ആയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നതെങ്കിൽ കമ്മ്യൂണിറ്റി നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അവർക്ക് അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഡബിൾ ആയിരിക്കും. ടീമിനുള്ളതിനേക്കാളും റെസ്പോൺസിബിലിറ്റി ആയിരിക്കും കമ്മ്യൂണിറ്റി ഓണർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെമ്പർക്ക് നിങ്ങളോട് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ സ്ട്രാറ്റജി വർക്കാവുക. ഒറ്റയടിക്കൊന്നും നിങ്ങൾ അതിലേക്കൊന്നും പോകണ്ട. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾ നിന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൽ വരുന്നത്. സിമ്പിൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഇതാണ് നമ്മുടെ കോർ എലമെന്റ്. ഇതിൽ സ്ട്രാറ്റജിക് ഫൗണ്ടേഷൻ, IP ബ്രാൻഡ് സ്ട്രാറ്റജി, മാഗ്നറ്റിക് വിസിബിലിറ്റി സ്ട്രാറ്റജി, ഈ മൂന്നുമാണ് ഇതിൽ വർക്കാവുക. ഈ മൂന്ന് സംഭവത്തിനും ഈ ഇതിൽ കിട്ടും. അതേപോലെ തന്നെ പിന്നെ വരുന്നത് നമ്മുടെ ഗോൾ എഞ്ചിൻ. ഇതിന്റെ നെക്സ്റ്റ് ലെവൽ ഈ സാധനം വർക്ക് ആവാനുള്ളത്, അതിന് വർക്ക് ആവാൻ അടിസ്ഥാനപരമായിട്ട് 7x24 ടീം സ്ട്രാറ്റജിയാണ് അവിടെ വർക്ക് ആവാൻ നമുക്ക് വേണ്ടി. പിന്നെ വീക്ക്ലി ഗ്രോത്ത് ട്രാക്കിംഗ് സ്ട്രാറ്റജിയാണ്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ് നമുക്ക് വേണ്ടിയത്. പിന്നെ ഇത് എക്കോസിസ്റ്റം എന്നുള്ള രൂപത്തിൽ വരുന്നുണ്ട്. ബിസോൾ സ്ട്രാറ്റജി, കൺസിസ്റ്റൻസി സ്ട്രാറ്റജി, അതേപോലെ മിറാക്കിൾ സ്ട്രാറ്റജി. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. മിറാക്കിൾ സ്ട്രാറ്റജി നമ്മൾ ടീം ബിൽഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. അതാണ് ചെയ്യുന്നത്. നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ 4 തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മുടെ ടീമിന്, നമ്മുടെ കോർ ടീമാണ് അതിലൊന്ന് വേണ്ടത്. നമ്മുടെ സൂപ്പർ കസ്റ്റമർ ആണ് അതിൽ രണ്ടാമത് വേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ സൂപ്പർ ലെവൽ വിഷണറി ഇൻവെസ്റ്റേഴ്സ് ആണ്. അതേപോലെ തന്നെ നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന നമ്മളെ സോഫ്റ്റ്വെയർസിലൂടെയോ അല്ലെങ്കിൽ സ്ട്രാറ്റജിസ്റ്റുകൾ, ഇവരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വിഭാഗം 4ാമത്തെ വിഭാഗം. ഈ 4 വിഭാഗത്തിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കൊളാബറേറ്റേഴ്സ് അങ്ങനത്തെ ആളുകളൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിങ്ങൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഒറ്റയടിക്കൊന്നും കഴിയില്ല. അത് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പറയുന്ന കോറ് ക്ലിയർ ആവണം. ക്ലിയർ ചെയ്യാൻ മാത്രമേ നടക്കൂ. ഓക്കെ, ഇതൊരു മൈൻഡ് സെറ്റ് ആണ്. ഈ ഒരു മൈൻഡ് സെറ്റ് വന്നാൽ മാത്രമേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിലും ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കൊയ്യാൻ പറ്റും. അതല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം നിങ്ങളിപ്പോൾ ട്രഡീഷണൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കാൻ അങ്ങനെയും ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്കോസിസ്റ്റം മോഡലിലേക്ക് തന്നെ ചെയ്യണം. നമ്മൾ പറയാം, ലോകത്ത് നിന്ന് അറിയപ്പെടുന്ന 10 കമ്പനികളെടുത്തോളം നമ്പർ 1 ആയിട്ട് നിന്ന് 10 കമ്പനികളുടെ എക്കോസിസ്റ്റം മോഡലിലാണ്. ഗൂഗിൾ ഏറ്റവും നല്ല എക്സാമ്പിളാണ്. ഗൂഗിൾ അല്ലേ? ഗൂഗിളിന്റെ ഒരു സെയിൽസ്മാൻ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഗൂഗിളിന്റെ എന്തെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ 400ഓളം പ്രൊഡക്റ്റുകൾ ഗൂഗിളിലുണ്ട്. മിനിമം ഒരു 10 പ്രൊഡക്റ്റുകൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഗൂഗിളിൽ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് അല്ലേ? നമ്മളെ ഒരു സെയിൽസ്മാൻ എങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ ഗൂഗിളിന്റെ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം നമ്മൾ ഗൂഗിളിന്റെ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ് അല്ലേ? ഗൂഗിളിന്റെ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മളത് ഉപയോഗിക്കൽ നിർബന്ധമായിട്ട് വരിക. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഈ എക്കോസിസ്റ്റത്തിന് പുറത്ത് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിർബന്ധമായിട്ട് മാറും. കാരണം ഈ എക്കോസിസ്റ്റത്തിന്റെ ഉള്ളിലാണ് സൂപ്പറായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഒരുപാട് സാധ്യതകളാണ് അതിൻ്റെ ഉള്ളിൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതേ രൂപത്തിൽ ഇറ്റ്സ് എ ഷിഫ്റ്റ് ഫ്രം റണ്ണിങ് എ ബിസിനസ് ടു ലീഡിങ് എ മൂവ്മെന്റ്. ചെറിയ വ്യത്യാസമുള്ളൂ. ഇപ്പൊ നിങ്ങൾ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബിസിനസ് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും സീക്കിംഗ് പ്രോഫിറ്റ് ടു ക്രിയേറ്റ് എ ലെഗസി, ലീഡിങ് എ മൂവ്മെന്റ് ആക്കി മാറ്റുക, ഒരു പ്രസ്ഥാനം മൂവ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുക, മൈൻഡ് സെറ്റ് മാറുക എന്നുള്ളതാണ്. ഓക്കെ, അവിടെ ഫ്രം സീക്കിംഗ് പ്രോഫിറ്റ് ടു ക്രിയേറ്റിംഗ് എ ലെഗസി, അവിടെ നിങ്ങൾ ഒരു ലെഗസി കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി നിങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ വരും തലമുറയ്ക്കും പറയാൻ പറ്റുന്ന രൂപത്തിൽ ഇവരൊരു സ്പെഷ്യൽ സംഭവം ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ക്ലാരിറ്റി വരാത്തുണ്ടെങ്കിൽ കാര്യങ്ങളിൽ ക്ലാരിറ്റി വരും. ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കും. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ സംശയമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ കഴിയാത്ത സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു സംഭവം വർക്കാവുന്ന കണക്റ്റഡ് ആവണം.
നിങ്ങൾക്ക് നിങ്ങളെ വിഷയമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് ഇത് തന്നെയാണോ കാരണം എന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ്. ഷോർട്ട് ഫോമിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ഐഡിയ വേണം. നമ്മുടെ ഐഡിയ വേണമെന്നുള്ളതല്ല, നമ്മളിപ്പോ നിലവിലുള്ള സാധനത്തിനുള്ള ഐഡിയ ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്ത് ഇത്രയും കാലം ഐഡിയ ഒക്കെ നിങ്ങളെ കയ്യിലുണ്ടാവും, കാരണം നിങ്ങൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. ആ ആശ കാരണം ഇപ്പൊ ഇതിന് സിമ്പിൾ പറയുന്നത് എത്രയാണ്, നിങ്ങൾ ഇത്രയും കാലത്തെ നിങ്ങളുടെ നോളജിനെയും എക്സ്പീരിയൻസിനെയും അതാണ് ഇനി നിങ്ങൾ സെല് ചെയ്യേണ്ടത്. നമ്മൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് നോളജാണ് പ്രധാനമായിട്ടും നമ്മൾ സെല് ചെയ്യേണ്ടത്, പ്രൊഡക്റ്റ് അല്ല. ഈ പ്രൊഡക്റ്റ് സെല് ചെയ്തിട്ട് അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് അല്ല, അതിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ ഇത്രയും കാലത്ത് ആ ഒരു നമ്മൾ പഠിച്ച കുറേ സംഭവമാണ്, നമ്മൾ അതെല്ലാം കൂടിയ ഒരു യുണീക്ക് സാധനം കിട്ടുന്നു. അതിപ്പോ കിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഇതേ സ്റ്റൈലാണെങ്കിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കിട്ടും. ദിനേശേട്ടനൊക്കെ 8 മാസം കണ്ടാൽ കിട്ടും അല്ലേ? ആദ്യം നമുക്ക് ഇതൊക്കെ ഒരു കഥകളായിട്ടാ തോന്നി. റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആദ്യം ഇപ്പൊ സാറിന്റെ അടുത്ത് വന്ന് ഇരുന്ന് ഇതേമാതിരി വണ്ടി ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പേഴ്സണലായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഞങ്ങൾ രണ്ടാളും ഇരുന്നിട്ട് മണിക്കൂറുകളായി രണ്ട് മണിക്കൂറൊക്കെ ഇൻഡിവിജ്വലായിട്ട് നമ്മളെ വിഷയം മാത്രം സംസാരിക്കും. പക്ഷെ സംസാരിച്ച് ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും സാറിൻ്റെ അടുത്ത് ഒരു ഇൻസ്പിറേഷനൊക്കെ കിട്ടി നമുക്കൊരു സംഭവങ്ങളാണെന്ന് വിചാരിക്കും. പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മളിങ്ങനെ അപ്പൊ പിന്നെ ബാക്കിക്ക് പോകും. പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ട്രാക്ക് വന്ന മുതൽ തന്നെ നമ്മൾ വിസിബിലിറ്റി കൂട്ടണം, നമുക്ക് വീഡിയോ ചെയ്യണം. ഇപ്പത്തെ എന്താണെന്ന് വെച്ചാല് പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ നമ്മൾ അറിയപ്പെടണം എന്നുള്ളൊരു രീതി സാർ ആദ്യം മുതൽ തന്നെ പറഞ്ഞു. അപ്പൊ അത് നമുക്ക് എന്താ വെച്ചാല് മടി, പിന്നെ നമുക്ക് നീട്ടിവെക്കൽ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും. അതായത് നീട്ടിവെക്കുക നമുക്ക് ഇന്നുള്ളത് നാളെ ചെയ്യാം, നാളെ മറ്റന്നാൾ ചെയ്യാം എന്നുള്ളൊരു സംഭവം നീട്ടിവെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഏതായാലും ഞങ്ങളെ എല്ലാവരെയും ബ്രാൻഡ് ആക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഒരു സിസ്റ്റത്തില് വ്യാഴാഴ്ച ഒരു 10-15 ആൾക്കാർ 10-15 ആൾക്കാർ ലൈവായിട്ട് വരും, ഒരു 10 ആൾക്കാര് ഇതുണ്ട് ഓൺലൈനായിട്ട് വരും. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു ബ്രാൻഡിങ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്റ്റുഡിയോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടി ഇതാക്കിയിട്ട് സാർ ഇപ്പോൾ ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ജൂലൈയിലായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടാണ് അപ്പം നമ്മൾ എല്ലാവരും ബ്രാൻഡ് ചെയ്തിട്ട് എല്ലാവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ ഞങ്ങളെ ടീം തന്നെ മൊത്തത്തിൽ മാറി ലോകത്തിന്റെ മുന്നിൽ അറിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറി. അപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഉള്ളിൽ ഒരുപാട് കഴിവുകളും കാര്യങ്ങളുണ്ടാവും, പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യാൻ നമ്മളതിനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ പൂർണ്ണ രീതിയിലുള്ള ഒരു വളർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാവുള്ളൂ. അതാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല വയ്ക്കും, എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്. പക്ഷെ നമ്മള് ഒരു നല്ലൊരു വളർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലെവലില് ഇപ്പൊ നിൽക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പൊ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ആവശ്യം. ഇപ്പൊ പോണ പോലെ പോകാനാണെങ്കിൽ ഇതിന്റെ ആവശ്യം നിങ്ങൾക്ക് ഇല്ല, ഈ ഒരു സംവിധാനത്തിന്റെ ആവശ്യമില്ല. അതല്ല, നിങ്ങൾക്ക് വരുന്ന കാലത്ത് വരുന്ന ചലഞ്ചുകൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യണം, പുതിയ രീതികളെ പറ്റി നിങ്ങൾക്ക് അറിയണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഉപകാരപ്പെടുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. അപ്പോൾ നമ്മൾ എന്താണ് ഈ കമ്മ്യൂണിറ്റി എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഈ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 360 ഡിഗ്രീസ് ടെക്സ്റ്റൈൽസ് ബിസിനസ് ഗ്രോത്ത് ക്ലബ്ബ് എന്ന് പറയുന്ന ഈ സാധനം എന്താണെന്ന് പറയാൻ പോകുന്നത്. ഇത്ര നേരം പറഞ്ഞത് ഈ ഒരു ടീം എന്താണ് എന്നുള്ളത്. വളരെ സീരിയസ് ആയി ടെക്സ്റ്റൈൽസ് മേഖലയിൽ ഒരു ബ്രാൻഡിനെ ചിട്ടയായി വളർത്തി അടുത്ത തലത്തിൽ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സ്കെയിലബിലിറ്റി, ഗ്ലോബൽ വളർച്ച, നെക്സ്റ്റ് ലെവൽ ഗ്രോത്ത് എന്നിവ ആഗ്രഹിക്കുന്ന ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെ കൂട്ടായ്മയാണ് ഇത്. ഒരു സെഗ്മെന്റിൽ നിന്ന് ഒരാളെ മാത്രമാണ് നമ്മൾ എടുക്കുക. നിങ്ങളൊരു സെഗ്മെന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെഗ്മെന്റിൽ ആ ഒരു മേഖലയിൽ നിന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് അയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ആ രീതിയിൽ വളർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമാണ് അതിൽ ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികത്തിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ തരാൻ പറ്റുന്ന ഒരുപാട് വിദഗ്ധർ ഇതിൽ വരും എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. എക്സ്റ്റേണലി ഇന്റേണലി, ഞാൻ എക്സ്റ്റേണലി പറയാൻ പറ്റുന്ന ടെക്സ്റ്റൈൽസ് മേഖലയിൽ അല്ലാത്ത ആളുകളും ഉണ്ടാവും. ഇപ്പം അക്കൗണ്ടിങ് രംഗത്ത്, അതേപോലെ തന്നെ ഡിജിറ്റൽ രംഗത്ത്, AI രംഗത്ത് എക്സ്പേർട്ടുകൾ, അതേപോലെ തന്നെ പാസീവ് ഇൻകം എക്സ്പേർട്ടുകൾ, അങ്ങനെ ഒരുപാട് എക്സ്പേർട്ടുകളുണ്ട്. അവരുടെ അത് എക്സ്റ്റേണലി നിങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ടാണ്. ഇന്റേണലി തന്നെ ഇതിന്റെ ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ആയ പല ആളുകളും ഇതിന്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് ഇതിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് അടുത്ത കാര്യം.
ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇതിന്റെ വിഷൻ എന്താണെന്ന്, ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. ടെക്സ്റ്റൈൽസ് കമ്മ്യൂണിറ്റിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്നും 100 ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു വർഷത്തെ ലക്ഷ്യമാണെന്ന് പറയുന്നുണ്ടോ. 100 ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ഗ്ലോബൽ ലെവലിലേക്ക് ചിന്തിക്കുന്ന അവസ്ഥയിൽ എത്തിക്കുക, കൃത്യമായി പൊസിഷൻ ചെയ്യാനും ബ്രാൻഡ് ചെയ്യാനും പേഴ്സണൽ ഗ്രോത്തിനും ബ്രാൻഡ് ഗ്രോത്തിനും ബിസിനസ്സിൽ സിസ്റ്റമാറ്റിക് ടീം ബിൽഡ് ചെയ്യാനും അനുയോജ്യമായ ഒരു എക്കോ സിസ്റ്റത്തിലാണ് അവരെ നിർത്തുക. അപ്പോൾ ആ എക്കോ സിസ്റ്റം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ കുറഞ്ഞ എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റിൽ, വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് ഒരു വർഷം കൊണ്ട് അവരെ ശ്രദ്ധേയ തലത്തിൽ എത്തിക്കാൻ നിലവിൽ ഇതുവരെ ലഭ്യമായ എല്ലാ റിസോഴ്സുകൾ എന്ന് പറഞ്ഞതിലേക്ക് ആളുകൾ വരുന്നിടത്തോളം റിസോഴ്സുകൾ ഒരുപാട് കൂടുക. നിലവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു 5000-ഓളം റിസോഴ്സുകൾ നമ്മുടെ കയ്യിലുണ്ട്. വ്യത്യസ്ത വ്യക്തികൾ ഉൾക്കൊള്ളുന്ന 5000-ലധികം ആൾക്കാർ ഉൾക്കൊള്ളുന്ന ഒരു ബിഗ് ടീം നമ്മുടെ കൂടെ ഉണ്ട്. അതിന് പുറമെ നമുക്ക് പുതിയതായിട്ട് നമുക്ക് കിട്ടുന്ന ഓരോ റിസോഴ്സുകളും ഓരോ ആഴ്ചയും കറക്റ്റ് ബ്രെയിൻ സ്റ്റോമിങ് നടക്കുന്നത്. കാരണം അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകളുടെ കൂടെയാണ് നമ്മൾ വെറുതെ വന്നിട്ടല്ല, ഓരോ ആഴ്ചയും നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം, ഒരു ശതമാനമെങ്കിലും വളരണമെന്ന് ചിന്തിക്കുന്ന, അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു ടീമാണ്. അവരുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ അത് തന്നെ ഏറ്റവും വലിയ റിസോഴ്സാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ നമുക്ക് ഏറ്റവും വലിയ റിസോഴ്സാണ്. അപ്പൊ ഇതാണ് ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഇത് 100 പേര് എന്നുള്ളത് ഈ ഒരു വർഷത്തെ നമ്മുടെ ലക്ഷ്യമാണ്. 100 പേര്. ഓക്കെ, 2026 നമ്മളെ ലക്ഷ്യമാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റോഡ് മാപ്പ്, നമ്മുടെ ഗോള്. നോക്കൂ, ഇനി എന്താണ് ഈ 1 ഇയർ ഗ്രോത്ത് ജേർണി എന്നുള്ളത്, എന്താണ്, എങ്ങനെയാണ് ഈ സാധനം ഉള്ളത് എന്നുള്ളത്. ബിസിനസ്സിൽ 7 സക്സസ് ഫോർമുലകൾ പ്രാക്ടിക്കലായി ഇംപ്ലിമെന്റ് ചെയ്യുന്ന കൃത്യമായ പദ്ധതിയാണ്. 7 സക്സസ് ഫോർമുലകളാണ് നമ്മൾ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ബിസിനസ്സിൽ ഏറ്റവും എസെൻഷ്യലി വേണ്ട 7 സക്സസ് ഫോർമുലകൾ. അതേപോലെ തന്നെ ലോകത്ത് ഇന്ന് ബിസിനസ് രംഗത്ത് വലിയ മാറ്റങ്ങൾ, ഗ്ലോബൽ ലെവലിൽ തന്നെ ബിസിനസ് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച 7 പുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ 2018 വരെയുള്ള ഏറ്റവും ടോപ്പ് ലെവൽ ഇന്ന് ലോകത്ത് കാണുന്ന ഗൂഗിൾ ഉൾപ്പെടെയുള്ള, ആപ്പിൾ ഉൾപ്പെടെ, ആമസോൺ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ മാറ്റം വരുത്തിയ അതേ പുസ്തകം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന്, അതേപോലെ തന്നെ GCC നിന്നൊക്കെ വിജയിച്ചവരും പരാജയപ്പെടുവാൻ 300 ബിസിനസ്സുകാരുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സാധനം, അത് പ്രഗത്ഭരായ കൺസൾട്ടന്റുമാരുടെ സഹായത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഈ സിസ്റ്റം. ഓക്കെ, ഇനി എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് സിമ്പിളായിട്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കാനുള്ളത് അത് അനാറ്റമി ഓഫ് അവർ ഗ്രോത്ത് സെഷൻ. അത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട്, നിങ്ങൾക്ക് ഇതിനകത്ത് ഇതിന്റെ പാർട്ടാവാൻ 3 രീതിയിൽ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഫിസിക്കലി എന്ത് ചെയ്യാം, ഇതേപോലെ ഫിസിക്കലി നിങ്ങൾക്ക് വരാം. ഓക്കെ, ഇനി ദൂരെയുള്ള ആളുകളാണെങ്കിൽ, ഒരുപാട് ദൂരെ നിന്നുള്ള ആളുകൾ തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നും അതേപോലെ തന്നെ UAE നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഖത്തറിന്നൊക്കെയുള്ള ആളുകൾ നമ്മളെ കൂടെ ഉണ്ട്. അവർക്കൊന്നും ഫിസിക്കലി വരാൻ കഴിയില്ല. അതേ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിം ടൈം ഇതിൽ വിർച്വലി ഇതിന്റെ പാർട്ടാവാം. ഓക്കെ, നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ ഒരു 4-5 ആഴ്ച ദൂരെയുള്ള ആൾക്കാരാണെങ്കിലും ഫിസിക്കലി തന്നെ ഇതിന്റെ പാർട്ടാവുകയാണ് നല്ലത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾ ഇതിന്റെ പാർട്ടാവും. ഇതിന്റെ അനാട്ടമി ഇങ്ങനെയാണ്. ഇതിൽ 6:29 രാവിലെ 6:29 നമ്മൾ ജനറൽ കമ്മ്യൂണിറ്റി ആണ്. ജനറൽ കമ്മ്യൂണിറ്റിന്റെ ഒരു ഔട്ട്ലൈനാണ് പറയുന്നത്. ഇതിന്റെ കറക്റ്റ് ടെക്സ്റ്റൈൽസ് വേർഷൻ ആയിരിക്കും ടെക്സ്റ്റൈൽസ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുക. 6:29 നമുക്ക് വരുന്നത് പ്രൊഡക്ടിവിറ്റി മെഡിറ്റേഷൻ. നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ടിവിറ്റി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള പിന്നെ എയിംസ് ഹോസ്പിറ്റൽ, അതേപോലെ നിംഹാൻസ് ബാംഗ്ലൂർ, ഇവിടെ നിന്ന് MBBS-ഉം MD പാസ്സായിട്ടുള്ള സൈക്കാട്രിയിൽ ഇന്ന് കേരളത്തിലെ ഒരു നമ്പർ 2 എന്ന് പറയുന്ന രൂപത്തിലായിട്ടുള്ള ഡോക്ടർ അബ്ദുസലാം നമ്മുടെ ഇതിന്റെ മെമ്പറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ മെഡിറ്റേഷൻ നടക്കുന്നത്. ഇന്ത്യസ് ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊഡക്ടിവിറ്റി മെഡിറ്റേഷൻ ആണ് ആദ്യം ഉണ്ടാവുക. ഓക്കെ, അത് ശരിക്കും നമ്മൾ എന്താ വെച്ചാൽ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിലെ പ്രൊഡക്ടിവിറ്റി മെഡിറ്റേഷൻ ആയിരിക്കും നമുക്ക് നടക്കുക. ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി ലെവലിൽ അവിടെ നമ്മൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് അതാണല്ലോ. ആ ഒരു എക്സ്പീരിയൻസിനെ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റുന്ന ഒരു പ്രാക്ടിക്കൽ, ഒരു തെറാപ്പി പോലെയുള്ള ഒരു മെഡിറ്റേഷൻ ആണ് എന്തിൽ വരിക, ഒന്നാമത്തെ സെഷനിൽ വരിക. ഓക്കെ, അതാണ് അതിൽ വരുന്നത്. പിന്നെ രണ്ടാമത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മുടെ ബ്രെയിനൊക്കെ ഫ്രഷ് ആയി, നമ്മൾ കുറേ ഔട്ട്ഡേറ്റഡ്, നമ്മളുടേതായ ഒരു പൊട്ടക്കിറ്റിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ അവിടെ നിന്നൊക്കെ മാറി നമ്മൾ നമ്മുടെ ബ്രെയിനൊക്കെ റെഡിയാക്കി ഇനി നമ്മൾ പുതിയ കുറച്ച് സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അവിടെയാണ് നമ്മൾ AI മാസ്റ്റർ മൈൻഡ് പ്രോഗ്രാമാണ് പിന്നെ വരുന്നത്. അത് AI രംഗത്തുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നമ്മളൊക്കെ ഓരോ ആഴ്ചയും നമ്മുടെ മേഖലയിൽ എന്തൊക്കെയാണ് മാറ്റം വരുന്നത് നമ്മൾ പഠിക്കാൻ തുടങ്ങും.
എന്നിട്ട് നമ്മളെന്തെങ്കിലും 30 സെക്കൻഡ് ഓരോരുത്തർ എന്ത് ചെയ്യും, കഴിഞ്ഞ ആഴ്ച എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ മേഖലയിൽ വന്നത്, അതെങ്ങനെ അപ്ഡേറ്റ് ആവണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് വേറെ ടോപ്പിലൂടെ പറഞ്ഞു തരും. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ ആളുകൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു 30 സെക്കൻഡിൽ നമ്മൾ എന്താണ് നമ്മുടെ മേഖലയിൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പഠിച്ചു വന്നിട്ട് അത് 30 സെക്കൻഡ് സംസാരിക്കുന്നത്. ഏകദേശം ഒരു 10-20 മാസ്റ്റർ മൈൻഡുകൾ നിങ്ങൾക്ക് ഒരൊറ്റ പ്രോഗ്രാം തന്നെ നിങ്ങൾക്ക് മിനിമം കിട്ടും. ഓക്കെ, അതാണ് നമുക്ക് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ടെക്നോളജി അപ്ഡേറ്റ് ടോക്കാണ്. അപ്ഡേറ്റ് മാസ്റ്റർ മൈൻഡ് ആണുള്ളത്. 30 സെക്കൻഡ് ഓരോ മെമ്പറും അവരുടെ പിന്നെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നെ തോട്ടുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. 6:59 ഷാർപ്പ് 6:59 ഇതാണ് ശരിക്കും നമ്മുടെ ലാസ്റ്റ് ടൈം കിട്ടും. നമുക്ക് ഈ ഒരു ഇതിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് 6:59 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, 6:59 മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, കയറണം എന്നുള്ളതാണ്. ഏറ്റവും നല്ലത് 6:29 കയറുക എന്നുള്ളതിനാണ്. 6:59 ലാസ്റ്റ് ടൈമാണ്. ഓക്കെ, 6:59 നമുക്ക് വരുന്നത് എക്സ്പേർട്ട് AI ടോക്കാണ്. 6:59 സ്റ്റാർട്ട് ചെയ്യും. ആ എക്സ്പേർട്ട് ഒരു AI രംഗത്തുള്ള അല്ലെങ്കിൽ അപ്ഡേറ്റ്സുകളെ പറ്റി കൃത്യമായി പഠിച്ചിട്ടുള്ള ഒരു എക്സ്പേർട്ടിന്റെ ഒരു ടോക്ക് നമുക്ക് അവിടെ കിട്ടും. 15 മിനിറ്റ് ഡീപ് ഡൈവ് ഇൻ അപ്ലൈഡ്. അത് വെറുതെ എന്തെങ്കിലും തിയറി കാര്യങ്ങൾ പറഞ്ഞു പോകല്ല, നമുക്ക് നമ്മുടെ ബിസിനസ്സിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് 7:14 വരുന്നത് ഹീറോ ടോക്കാണ്. നമ്മളുടെ വിഷൻ, കൃത്യമായിട്ട് വിഷൻ, നമ്മൾ ഏതാണ് നമ്മുടെ ബ്രാൻഡ് വിസിബിലിറ്റി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ഹീറോ ടോക്കാണ്. ഒരു 30 സെക്കൻഡ് നമ്മൾ ഹീറോ ടോക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വിസിബിലിറ്റി നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത്. അത് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. 6:59 ശേഷം വന്ന ആളുകൾക്ക് ആ അവസരം ലഭിക്കുന്നതല്ല. ഓക്കെ, ഡിസിപ്ലിൻ നിർബന്ധമാണ്. ഓക്കെ, പിന്നെ ആ സമയത്തിന് പിന്നെ നമുക്കൊരു ടോക്കും കൂടി വരുന്നുണ്ട്, നെറ്റ്വർക്ക് ബിൽഡിംഗ് ടോക്ക്. അതായത് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബന്ധങ്ങളിലൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകാന്നുള്ള സ്ട്രാറ്റജികൾ നമ്മൾ പറഞ്ഞു തരുന്ന ഒരു ടോക്കാണ്. എങ്ങനെയാണ് ടെക്സ്റ്റൈൽസ് മേഖലയിലെ ബന്ധങ്ങളും കൊളാബറേഷൻസും ബിസിനസ് ഐഡിയാസും ഒക്കെ ഷെയർ ചെയ്യേണ്ടത്, കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്ന ഒരു സെഷനാണ് എന്ത് ചെയ്യുന്നത്, നെറ്റ്വർക്ക് ബിൽഡിംഗ് സെഷൻ എന്ന് പറയുന്ന ഈ ഒരു സെഷനിലുള്ളത്. 7:14 മുതൽ 7:29 വരെയുള്ള സമയം. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ മനസ്സിലാവുന്നില്ലേ? ഉറങ്ങിണ്ടോ? ഓക്കെ, ക്ലിയർ ആവണമെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇതൊരു ആക്ഷണബിൾ സ്റ്റെപ്പ്. ഇനി നെക്സ്റ്റ് വരുന്നത് 7:29 വരുന്ന ബ്രാൻഡ് വിസിബിലിറ്റി ടോക്കാണ്. ബ്രാൻഡ് വിസിബിലിറ്റി ടോക്കിൽ ഈ ഒരു രംഗത്ത് ടെക്സ്റ്റൈൽസ് മേഖലയിൽ എങ്ങനെയാണ് നമ്മൾ ബ്രാൻഡ് ആവേണ്ടത്, ഏതൊക്കെ രീതിയിലുള്ള വിസിബിൾ ആവണം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് വരുന്നത്. അതേപോലെ തന്നെ ലൈവ് ആക്ഷൻ സെഷൻ ഉണ്ടാവും അവിടെ. ലൈവ് ഇപ്പം ഞാൻ പറഞ്ഞു KPS ദിനേശ് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ദിനേശ് ചേട്ടനെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സെഷനിലൂടെ എല്ലാ ആളുകളും ചെയ്താണ് ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ എന്ത് ചെയ്യുന്നത്, പുള്ളിയുടെ പേര് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ KPS ദിനേശ് എന്നുള്ള പേര് പുള്ളിക്ക് ചാനൽ പോലും ഉണ്ടായിരുന്നില്ല. ഇതൊന്നും ഇവിടെ വന്നിട്ടാണ് ചാനൽ പോലും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി വരുന്നത് അടുത്ത സെഷൻ എന്ന് പറഞ്ഞാൽ ബിസോൾ എന്ന് പറയുന്ന ഒരു സെഷനാണ്. ബിസോൾ എന്നുള്ളത് നമ്മൾ ഈ ഒരു ആഴ്ച നമ്മുടെ ബിസിനസ് മേഖലയിലുള്ള ചലഞ്ചുകളെ പറ്റിയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഒരാൾ ഒരു ചലഞ്ച് ഒന്ന് പറയും, ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും, അവരുടെ മാസ്റ്റർ മൈൻഡ് ഉപയോഗിക്കും. കാരണം ആ മാസ്റ്റർ മൈൻഡ് ഉപയോഗിക്കുന്ന സമയം സത്യത്തിൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യല്ല, നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അത് ഭയങ്കര എഫക്റ്റീവാണ്, ഒരുപാട് റിസൾട്ടുകൾ തരുന്ന ഒരു സെഷനാണിത്. അപ്പം സോൾവ് ടു സോൾവ് മാസ്റ്റർ മൈൻഡ് ഫോർ ദ മെമ്പേഴ്സ് പ്രസിംഗ് ബിസിനസ് ഇഷ്യൂ. 7:59 കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ എക്കോസിസ്റ്റം എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുക, നിങ്ങളുടെ മേഖല എങ്ങനെ എക്കോസിസ്റ്റം ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതിന്റെ ഒരു പ്രാക്ടിക്കൽ സെഷനാണ് വരുന്നത്. പിന്നെ വരുന്നത് പ്രോഫിറ്റ് മാക്സിമൈസർ എന്ന് പറയുന്ന സലീം സാറിന്റെ ടീമിന്റെ ഒരു സെഷനാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിലെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം, ലാഭം എങ്ങനെ ഇരട്ടിയാക്കാം എന്നുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതേപോലെ തന്നെ പാസീവ് ഇൻകം, നിങ്ങൾ നിലവിൽ ചെയ്യുന്ന ബിസിനസിന്റെ ഉള്ളിൽ എങ്ങനെ നിങ്ങൾ പാസീവ് ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു സെഷനും അതേപോലെ സെക്കൻഡറി ഇൻകം ബിൽഡ് ചെയ്യുന്ന എങ്ങനെയുള്ള സെഷനും ഇതിൽ വരുന്നുണ്ട്. ആ സെഷൻ ചിലപ്പം ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും, കാരണം നമ്മൾ മാസ്റ്റർ കമ്മ്യൂണിറ്റിയിലുള്ള സെഷനാണ്. ഓക്കെ, ഇനി അത് അടുത്ത് വരുന്നത് നിങ്ങളെ ദ ഗ്രോത്ത് ട്രാക്കർ എന്ന് പറയുന്ന സംവിധാനമാണ്. അത് നിങ്ങൾ ചെയ്യാനുള്ളതാണ്. നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങളുടെ ഗ്രോത്ത് അനലൈസ് ചെയ്യുന്ന, നിങ്ങളുടെ വിസിബിലിറ്റി, നിങ്ങളുടെ നെറ്റ്വർക്കും, നിങ്ങളുടെ പിന്നെ എന്താ പറയുക നോളജ്, ഇതെല്ലാം കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ്. അത് നിങ്ങൾ ഗൂഗിൾ ഫോം വഴി കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഗ്രോത്ത് ട്രാക്ക് ചെയ്യുന്ന KPI സംവിധാനമാണ്. ഇവിടുത്തെ ഒരു KPI സിസ്റ്റം നേരെ കൊണ്ട് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് 8:40 ടെക്സ്റ്റൈൽസ് മേഖലയിൽ ശ്രദ്ധേയനായ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടാവും. അദ്ദേഹം നമ്മളുമായിട്ട് സംവദിക്കും. ഓക്കെ, ആ ഒരു മേഖലയിൽ പ്രഗത്ഭരായ ഒരാൾ, അവരുമായിട്ടൊരു കണക്ഷനിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇൻസൈറ്റ് ഫ്രം ഇൻഡസ്ട്രി ലീഡേഴ്സ്, ആ ഇൻഡസ്ട്രി ലീഡേഴ്സിൽ നിന്നും ഇൻസൈറ്റ് കിട്ടുക. ഫീഡ്ബാക്ക് 9 മണിയോടുകൂടി കഴിയും. 9 മണിയോടുകൂടി നമുക്ക് എന്ത് ചെയ്തു, 9 മണിയോടുകൂടി നമ്മുടെ സെഷൻ അവസാനിക്കും. ഫീഡ്ബാക്ക് ഇത്രയാണ്
ഇത് എല്ലാ വീക്കിലും ഒരു വർഷം നമ്മൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതിലൂടെ നമ്മുടെ ബിസിനസ്സിന് അടുത്ത ലെവലിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ അനാട്ടമി. ഓക്കെ, ഈ നാല് ഏരിയയിലാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നാല് ഏരിയയിലാണ് നമ്മൾ പ്രധാനം. ഒന്ന് നമ്മൾ ബ്രാൻഡ് വിസിബിലിറ്റി കൂട്ടുന്ന സ്ട്രാറ്റജിയാണ്. അതിലേക്കാണ് ഒന്ന് ഫോക്കസ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് വിസിബിലിറ്റി ആണ്. അത് നിങ്ങളുടെ ഡിജിറ്റൽ വിസിബിലിറ്റി, നിങ്ങളുടെ ഫിസിക്കൽ വിസിബിലിറ്റി, അതേപോലെ തന്നെ നിങ്ങളുടെ പ്രിന്റഡ് മേഖലയിലുള്ള വിസിബിലിറ്റി, അതേപോലെ തന്നെ ഷോക്കേസിംഗ് വിസിബിലിറ്റി, ഇത് മാക്സിമം കൂട്ടുക. വിസിബിലിറ്റി കൂട്ടുന്നതിന്റെ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ നമുക്ക് തരിക. മാക്സിമം വിസിബിലിറ്റിയിലേക്ക് എത്തുക. നമ്മുടെ ഒരു വർഷത്തെ ടാർഗറ്റ് 1 മില്യൺ വിസിബിലിറ്റിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതാണ് നിങ്ങൾക്ക് തരുന്ന ടാർഗറ്റ്. 1 മില്യൺ വിസിബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ്. അതും റിയൽ ആയിട്ടുള്ള നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസ്, നേരത്തെ പറഞ്ഞ 4 തരത്തിലുള്ള ആളുകൾക്കിടയിൽ മാത്രം. വെറുതെ യൂട്യൂബിൽ കുറെ ഫോളോവേഴ്സിന് വ്യൂവേഴ്സിന് ഉണ്ടാക്കുന്നതല്ല, മറിച്ച് നിങ്ങളുടെ കറക്റ്റ് ടാർഗറ്റഡ് ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തുന്ന രീതിയിലുള്ള വിസിബിലിറ്റി. ഓക്കെ, അതാണ് അതിൽ വരേണ്ടത്. ഇനി നോക്കൂ, നെറ്റ്വർക്ക് സ്ട്രെങ്ത് ആണ് അടുത്തത്. നെറ്റ്വർക്ക് സ്ട്രെങ്ത് ആണ് നിങ്ങൾ കൂട്ടേണ്ടത് മാക്സിമം. അത് 1000 പേരായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. 1000 ആളുകളായിട്ടെങ്കിലും പല രീതിയിലായിട്ട് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം. പ്ലസ് ഒരു 100 സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നിങ്ങളുടെ ബ്രാൻഡ് വളരണമെന്ന് ആഗ്രഹിക്കുന്ന 100 പേരെ നിങ്ങൾ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അതേപോലെ 10 പേരെങ്കിലും കോർ ടീമിലേക്ക്, നേരത്തെ പറഞ്ഞല്ലോ 7x24 എന്ന് പറയുന്ന കോർ ടീം പറഞ്ഞല്ലോ, ആ 10 പേരെങ്കിലും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മിനിമം ഈ ഒരു സംവിധാനത്തിനെ ഉപയോഗിക്കും. ഇതാണ് നെറ്റ്വർക്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഫിനാൻസ് പെർഫോമൻസ് ആണ്. ഫിനാൻസ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രോഫിറ്റ് ഒരു 20% 20% നിങ്ങളുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യുക, നിലവിലുള്ളതിനേക്കാൾ നിങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ഗോൾ. നിങ്ങൾക്കൊക്കെ ഒരു സോഷ്യൽ ഗോൾ. നിങ്ങൾക്ക് ഇപ്പോൾ പറയുന്നതൊക്കെ നമ്മൾ സാധാരണ കരുതുന്ന ടേൺ ഓവർ, എനിക്ക് എത്ര ടേൺ ഓവറിലേക്ക് എത്തും, ഇത്ര റവന്യൂയിലേക്ക് എത്തും എന്നുള്ളതാണ്. അതിലപ്പുറം ഒരു സോഷ്യൽ ഗോൾ ബിൽഡ് ചെയ്യാം സൊസൈറ്റി. കാരണം നിങ്ങളിപ്പോൾ ഉള്ള ഗോളിനെ തന്നെ നമുക്ക് സോഷ്യൽ ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നിലവിലുള്ള ഒരു പിന്നെ റവന്യൂ സ്ട്രീമിന് നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഇനി അതാണ് ഈ 4 കാര്യങ്ങളാണ് നിങ്ങളിത് അച്ചീവ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റിലേക്ക് എത്തിയത് ഈ കാര്യമാണ് ഇതിൽ പറയാനുള്ളത്. അതായത് ഇതാണ് നമ്മുടെ കോർ വാല്യൂ. ഈ ഒരു സിസ്റ്റത്തിന് മൊത്തത്തിലുള്ള കോർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്ന് ടെക് ആൻഡ് AI ഇന്റഗ്രേഷൻ ആണ്. ടെക്നോളജിയും AIയും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു കോർ വാല്യൂ. രണ്ടാമത് സ്ട്രാറ്റജിക് നെറ്റ്വർക്കിംഗ് എല്ലാവരും ഉണ്ടാക്കാറുണ്ട്, പക്ഷെ സ്ട്രാറ്റജിക് നെറ്റ്വർക്കിംഗ് ആണ് പലർക്കും അറിയാത്തത്. സ്ട്രാറ്റജിക് നെറ്റ്വർക്കിംഗ് എന്താണ് ആക്ച്വലി? അതായത് നമ്മളിപ്പോൾ ഞാനും നിങ്ങളുമായിട്ട് വെറുതെ കുറേ നേരം ഇരുന്ന് വർത്താനം പറയാം. അതേസമയം നമ്മൾ ഒരു കൃത്യമായ ഒരു ഡീലിലേക്ക് എത്താം. നിങ്ങളുടെ ബിസിനസ്സിനെ ടേക്ക് ഓവർ ചെയ്യാൻ, നിങ്ങളൊരു കൊളാബറേറ്റർ ആയിട്ട് മാറാം. നമ്മുടെ സംസാരത്തിന്റെ ഒടുവിൽ നമ്മളൊരു ബിസിനസ് ഡീലിലേക്ക് എത്തുന്നു. ഇതാണ് സ്ട്രാറ്റജിക് നെറ്റ്വർക്കിംഗ്. അതാണ് ബിസിനസ്സിന്റെ ഉള്ളിൽ നടക്കേണ്ടത്. അല്ലാതെ കഥ പറച്ചിലല്ല. ആ ഒരു യുദ്ധത്തിൽ എന്ത് ചെയ്യണം, ഒരു ഡീല് നടക്കണം. സൂപ്പർ കസ്റ്റമർ ആണെങ്കിൽ അയാൾ വീണ്ടും നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. അതായത് കോർ ടീം ആണെന്നുണ്ടെങ്കിൽ, കോർ ടീമിലായിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് ചെയ്യുന്നതെങ്കിൽ അയാൾ നമ്മളെ ഏതെങ്കിലും ഒരു കീ പൊസിഷനിൽ നമ്മളെ പോലെ വർക്ക് ചെയ്യും. നമ്മൾ 4 സ്ഥാപനങ്ങളുണ്ട്, 4 ഷോറൂം ഉണ്ട്. 4 ഷോറൂമിൽ ഏതെങ്കിലും ഒരു ഷോറൂമിന്റെ ഹെഡായിട്ട് ആളെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ചർച്ച. നമ്മളെ വിഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം നമ്മളുടെ വിഷണറി ഇൻവെസ്റ്റേഴ്സിനുള്ള ചർച്ച. നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഗ്രോത്തുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരിക്കണം. എങ്ങനെയാണ് നമ്മൾ സ്കെയിലബിൾ ആയി. ഇപ്പം നമ്മൾ 4 ഷോപ്പാണുള്ളത്, അത് 100 ഷോപ്പാക്കി മാറ്റാൻ എന്താണ്, ഏത് തരത്തിലുള്ള ഫ്രാഞ്ചൈസി മോഡലാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഫ്രാഞ്ചൈസി മോഡൽ ബിൽഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിസ്റ്റുമായിട്ട് നമ്മൾ ചർച്ച നടത്തേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ അതുപോലെ ബ്രാൻഡ് ഡൊമിനൻസ്, നിങ്ങളുടെ മേഖലയിൽ ഏറ്റവും ഡൊമിനന്റ് ആക്കി നിങ്ങൾ മാറ്റുക എന്നുള്ളത്, ബ്രാൻഡ് ഡൊമിനൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സൂപ്പർ ബ്രാൻഡ് ആക്കിയിട്ട് നിങ്ങൾ മാറ്റുക. അതിന്റെ മുകളിലേക്ക് വേറൊരു ബ്രാൻഡിൽ ഇല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ യുണീക്നെസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത് ഫിനാൻഷ്യൽ ആക്കുന്നു. നിങ്ങളുടെ ഇപ്പം നിലവിൽ നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾക്ക് വരുന്ന റവന്യൂ സ്ട്രീമിന് ഒന്നിനെ പോലും നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. അതെല്ലാം നിങ്ങൾ ആക്റ്റീവ് ആക്കാനേ നമ്മളോട് പറയുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ വന്നു എഴുതിയിട്ട് ഇപ്പോഴുള്ള ബിസിനസ് എന്ത് ചെയ്യില്ല, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയില്ല. ഒരു ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ പറയില്ല. അത് നിർത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആ ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നത്, നഷ്ടത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ അക്കൗണ്ടിങ് ടീമുമായിട്ട് അല്ലെങ്കിൽ ആ സ്പെഷ്യലിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം അത് നിർത്തുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റവന്യൂ സ്ട്രീം ആക്റ്റീവ് ആക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവം ഒന്നും നടക്കൂല, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. മറിച്ച് എന്താണ്, ഈ ഫ്യൂല് കൊടുക്കണ്ടേ, പെട്രോൾ, വണ്ടിയിൽ പെട്രോൾ വെച്ചല്ല വണ്ടി നീങ്ങുള്ളൂ. ഇന്ത്യയിലെ പെട്രോളും ബിസിനസ്സിലെ പെട്രോളും എന്താണ് ആക്ച്വലി? ബിസിനസ്സിലെ പെട്രോൾ എന്താണ്? ക്യാഷ് അല്ല ശരിക്കും. ബിസിനസ് റിയൽ പെട്രോൾ എന്താണ്?
NP ആണ്, നെറ്റ് പ്രോഫിറ്റ് ആണ് അല്ലേ? പക്ഷെ നമ്മളൊക്കെ ചിലപ്പം സാധാരണ പെട്രോള് ഫ്യൂല് മാറി അടിക്കാറുണ്ട് അല്ലേ? അല്ലേ? ആ മാറി അടിക്കുന്നതാണ് പലപ്പോഴും അപകടം സംഭവിക്കാറുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആണ് ആക്ച്വലി ബിസിനസ്സിലെ റിയൽ പെട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു വർഷം കൊണ്ട് 360 ഡിഗ്രി ഗ്രോത്ത് ക്ലബിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. 52 പ്രൊഡക്ടിവിറ്റി മെഡിറ്റേഷൻ, അതായത് ടെക്സ്റ്റൈൽസ് മേഖലയിലെ 52 പ്രൊഡക്ടിവിറ്റി മെഡിറ്റേഷൻ നിങ്ങൾക്ക് കിട്ടും. അതോടുകൂടി നിങ്ങളുടെ ബ്രെയിൻ മാറും. 52 പ്രൊഡക്ടിവിറ്റി മെഡിറ്റേഷൻ ആണ് കിട്ടുന്നത്. അതുപോലെ 520 AI മാസ്റ്റർ മൈൻഡാണ് നിങ്ങൾക്ക് കിട്ടുന്നത് മിനിമം. ഒരാഴ്ച 10 വെച്ചിട്ട് നോക്കിയാൽ 520 AI മാസ്റ്റർ മൈൻഡ്, 520 പുതിയ സാധനം ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഓരോ ആഴ്ചയും നമ്മൾ നമ്മുടെ ബ്രെയിനിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ 520 സാധനമാണ് നമ്മൾ തലയിലേക്ക് കയറ്റുന്നത്. അതോടുകൂടി നമ്മൾ വേറെ റേഞ്ചിലേക്ക് മാറുകയാണ്. ആ തോട്ട് പ്രോസസ്സിലേക്ക് നമ്മൾ എത്തുകയാണ്. ഓക്കെ, ഇനി നോക്കുന്നത് 104 എക്സ്പേർട്ട് AI സെഷനുകളാണ്. എക്സ്പേർട്ട് ടോക്കുകൾ അല്ലെങ്കിൽ AI ടോക്കുകൾ 104 നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ 100ഓളം ലീഡർഷിപ്പ് ടോക്കുകൾ, ഹീറോ ടോക്കുകൾ പോലെ ലീഡർഷിപ്പ് ടോക്കുകൾ 100ഓളം പിന്നെ ലീഡർഷിപ്പ് ടോക്കുകൾ. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ സെൽഫായിട്ട് പ്രസന്റ് ചെയ്യാൻ 52 തവണ അവസരം, 500 തവണ നിങ്ങൾക്കൊരു മെന്ററിങ് ഓപ്പർച്യൂണിറ്റി, ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ മ്യൂച്വൽ മെന്ററിംഗ് ആയിട്ടോ നമ്മളുമായിട്ടുള്ള മെന്ററിംഗ് ആയിട്ടോ 500 മണിക്കൂർ നിങ്ങൾക്ക് മെന്റർ ചെയ്യാൻ, 500 മിനിറ്റ് നിങ്ങൾക്ക് മെന്റർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അതുപോലെ തന്നെ 52 ബിസോൾ പിന്നെ മൈക്രോ സെഷൻസ്, ബിസോൾ സെഷൻസ് നിങ്ങൾക്ക് കിട്ടും 52 എണ്ണം. അതേപോലെ തന്നെ 52 ഗ്രോത്ത് ട്രാക്കിങ്, അതേപോലെ തന്നെ 52 റവന്യൂ സ്ട്രാറ്റജികൾ, 104 പാസീവ് ഇൻകം സ്ട്രാറ്റജികൾ, 52 കമ്മ്യൂണിറ്റി ടോക്കുകൾ. അതേപോലെ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്ന മേഖല ഒരു പിന്നെ 1 മില്യൺ ബ്രാൻഡ് വിസിബിലിറ്റിയിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ 50ഓളം നോളജ് റിസോഴ്സ്, നിങ്ങളുടെ മേഖലയിലെ നോളജ് റിസോഴ്സിലേക്ക് എത്താൻ നിങ്ങൾ സഹായിക്കുക. 1100ഓളം കണക്ഷൻസ് ഇതിലേക്ക് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നിങ്ങൾക്ക് തരാൻ വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. 50ഓളം, അതിൽ 10 കോർ ടീമുകളെ ബിൽഡ് ചെയ്യാനുള്ള സപ്പോർട്ട്. അതേപോലെ തന്നെ ഒരുപാട് ബിസിനസ് ടൈക്കൂൺസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള അവസരം, 2ഓളം IPO ബ്രാൻഡുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് തരിക, ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള സപ്പോർട്ട്, ഇങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. സപ്പോർട്ടുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലബിൻ്റെ ഉള്ളിൽ കിട്ടും. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾ 2 രൂപത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. ഒന്ന്, ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോയാൽ മതി, നമുക്കിനി ആരെങ്കിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ സാധനമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള തോട്ടിൽ ഇപ്പൊ പോകുന്ന ഒരു കംഫർട്ട് സോണിലൂടെ നമുക്ക് പോവാം. 2, നമ്മുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനും ഇനി ഫ്യൂച്ചറിലുള്ള നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഗ്രോത്തും കിടക്കുന്നത് ഒരുപാട് ആളുകളുടെ തലയിലാണ്, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുമായിട്ടുള്ള കണക്ടിവിറ്റിയിലാണ് എന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ, അത്തരത്തിലുള്ള എക്സ്പേർട്ടുകളോടൊപ്പം നമുക്ക് ജോയിന്റ് ആവാം എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ സിംഗിൾ മെന്റർഷിപ്പ് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ അപകടത്തിൽ കൊണ്ടുചാടിക്കുന്നതാണ്. കാരണം നമ്മളെല്ലാവരും ഒരാളും എന്തല്ല ഞാൻ എല്ലാം അറിയുന്ന ആളാന്ന് പറയുന്ന ആളെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്നല്ല. എന്നാൽ ഞാൻ പറയാണ്, ഞാൻ ഇന്ന മേഖലയിൽ ഞാനൊരു സ്പെഷ്യലിസ്റ്റാണ്, അത് ഞാൻ പഠിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം. മറ്റു മേഖല എനിക്കറിയില്ല. എല്ലാ മേഖലയിലും അഭിപ്രായം പറഞ്ഞ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനും പറ്റും, എല്ലാ സംഭവം അറിയുന്നുള്ള രൂപത്തിലുള്ള അങ്ങനത്തെ ആളുകളെ കൊണ്ട് നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല. മറിച്ച് ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ മാത്രമാണ് ഇനിയുള്ള കാലത്ത് ഒറ്റ മേഖലയിൽ മൾട്ടി ലെവൽ എന്ത് ചെയ്താലും ഇനി സക്സസ് ആകാൻ പോകുന്നില്ല. മറിച്ച് നമ്മളൊരു സിംഗിൾ ഫോക്കസ്ഡ് അതിന്റെ ഉസ്താദാവുന്ന ആളുകളെയാണ് ഇനി ലോകത്തിന് ആവശ്യം. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ ഒരു കൂട്ടത്തിനെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ നെക്സ്റ്റ് ലെവലിന്. അപ്പോൾ ആ ഒരു വിഷയം നമുക്ക് ഓരോ മേഖലയും ഓരോ ആളുകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ ഇവിടെ ഈ ഒരു കമ്മിറ്റി വന്നാൽ എല്ലാത്തിൻ്റെയും സ്പെഷ്യലിസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളെല്ലാത്തിൻ്റെയും സ്പെഷ്യൽ ആവേണ്ട ആവശ്യമില്ല, മറിച്ച് നമുക്ക് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ പോകണോ, അതല്ല നമ്മളിപ്പോൾ പോകുന്ന പോലെ തന്നെ നമ്മളുടേതായ മേഖലയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകണോ എന്നുള്ളത് ആണ് നമ്മൾ ആലോചിക്കേണ്ടത്.
അപ്പോൾ ഈ ഒരു തോട്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. ഓക്കെ, നമ്മുടെ ടോക്ക് ഇതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. കറക്റ്റ് 2 മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിക്കാം. ഓക്കെ, എന്തെങ്കിലും എന്തെങ്കിലും ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ടെക്സസ് ഫീൽഡിൽ എത്ര കൊല്ലായി സാർ? 15 കൊല്ലത്തോളം. അപ്പൊ എന്താണ് തന്നെയായിരുന്നു ഈ നിയമ സിൽക്സിൽ വന്നിട്ട് 15 കൊല്ലായി. അപ്പൊ അതിന് മുന്നേ അവിടെ ഇരുന്ന് കട ഗൾഫ് പോകേണ്ട തന്നെയായിരുന്നു പരിപാടി. പിന്നെ ഒന്ന് ഗൾഫ് പോയിട്ട് പിന്നെ വന്നിട്ട് ഇപ്പൊ എടുത്താവും അല്ലേ? ഗൾഫിൽ എത്ര കാലം നിന്നു? 8 വർഷം. 8 വർഷം. മേലാറ്റൂരില്ല, ഞാൻ പാണ്ടിക്കാട് ഷോപ്പുണ്ട്. മേലാറ്റൂരിന്റെ വീട് മേലാറ്റൂരാണ്. പാണ്ടിക്കാട് ജംഗ്ഷനിൽ 2ാമത്തെ ഷോപ്പ്, അതായത് മഞ്ചേരി റോഡ് ഓഫർ ടെക്സ് എന്ന് പറയും. ചെറിയ സ്ഥാപനമാണ്. ഇത് ആദ്യം ഗൾഫ് പോയി വന്നിട്ട് ലൈൻ സപ്ലൈ ആയിരുന്നു. ലൈൻ സപ്ലൈ അല്ലായിരുന്നു, എന്തായിരുന്നു? തിരുപ്പൂർ പോയിട്ട് പ്രൊഡക്ഷൻ ചെയ്യുക, സാധനം കടകൾ കൊടുത്തു. എല്ലാരും സപ്ലൈ. അപ്പൊ നിങ്ങളെല്ലാരും സപ്ലൈസിന്റെ കൂടുതലാണ്. അവിടെ 5 കൊടുത്തിരുന്നു. 5 നമ്മളെ കടയില് ഇപ്പൊ ഒന്ന് എന്താ നമ്മളെ കടയിൽ സപ്ലൈ ചെയ്യുന്നതാണ് പോയിന്റ്സ് ഷർട്ട്. ഇയാളും പിന്നെ പാന്റ്, ജീൻസ് പാന്റ് ഇതൊക്കെ സപ്ലൈ ചെയ്യുന്നതാണ്. നമ്മളെ ബസ് സ്റ്റാൻഡ്, നമ്മളെ പഴയ അഞ്ചിലല്ലേ അതില്? പഴയ അഞ്ചിലല്ലേ അത്? ആ പിന്നെ ബിൽഡിങ്